ഹായ് ഡിയേഴ്സ്, 2ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ ഇന്നത്തെ എക്സാം? എളുപ്പമായിരുന്നല്ലേ? അപ്പോൾ ഇന്നത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. പ്രവർത്തനം 1 എന്തായിരുന്നു? കാട്ടിലെ കൃഷി എന്നുള്ളതാണല്ലേ. കാട്ടിലെ കൂട്ടുകാർ കൃഷി ചെയ്തു. വെട്ടുമുയൽ 6 വരിയിൽ 5 ക്യാരറ്റ് വീതം നട്ടു. ആകെ എത്ര എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കണ്ടെത്തും? യെസ്, 6 ഇൻറ്റു 5 എന്ന് എഴുതും അല്ലേ. 6 ഇൻറ്റു 5 എത്രയാണ് ആൻസർ കിട്ടിയത്? 30 എന്ന് കിട്ടിയല്ലേ. ഇനി മുത്തുകുരങ്ങൻ 4 വരിയിൽ 10 വാഴ വീതം നട്ടു. ആകെ വാഴകൾ എത്ര? 4 ഇൻറ്റു 10 അല്ലേ. 4 ഇൻറ്റു 10 എത്രയാണ് ആൻസർ? യെസ്, 40. എളുപ്പല്ലേ. ഓക്കെ, ഇതിന് മിന്നുത്തത്ത 7 വരിയിൽ 2 പയർ വിത്ത് വീതം നട്ടു. അപ്പം എത്രയായിരിക്കും? 7 ഇൻറ്റു 2 എത്രയാണ് ആൻസർ കിട്ടുക? 14. ഇനി മാലുക്കരടിക്ക് 50 ചേന വിത്ത് നടണം. 8 വരിയിൽ 5 വീതം നട്ടു. ഇനി എത്ര ചേന വിത്തുകൾ കൂടി നടാനുണ്ട്? മാലുക്കരടിക്ക് എത്ര ചേന വിത്താണ് നടേണ്ടത്? 50 ചേന വിത്ത് നടണം. 8 വരിയിൽ 5 വീതം. അപ്പം 8 5 40 ആയില്ല. അപ്പം ഇനി എത്ര ചേന വിത്തുകൾ കൂടി ഉണ്ട്? 50 40 കുറച്ച് എത്രയാണ്? 10. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 10. ഓക്കെ, ഇനി പ്രവർത്തനം 2 ചേർത്ത് വരയ്ക്കാം. 8 മണി കഴിഞ്ഞ് 2 മണിക്കൂർ. 8 മണി കഴിഞ്ഞ് 2 മണിക്കൂർ അല്ലേ. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തിയോ? ദെൻ 5 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയം 8 മണി. 8 മണി നമ്മൾ കണ്ടെത്തി, ഇതാണല്ലേ 8 മണി. ഇനി 2 മണിക്ക് 1 മണിക്കൂർ മുന്നിലുള്ള സമയം 1 മണി അല്ലേ. ദെൻ 2 സൂചിയും ഒരുമിച്ച് ഒരു സംഖ്യയിൽ വരുന്ന സമയം. ദെൻ 8 മണി കഴിഞ്ഞ് 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 10 മണിയല്ലേ. യെസ്. ദെൻ 5 മണിക്കൂറും 5 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയം 5 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയം ഏതാവും? കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ചിത്രം ക്ലിയർ അല്ല, അതുകൊണ്ടാണ് 5 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയമാണല്ലേ നെക്സ്റ്റ് കണ്ടെത്തേണ്ടത് നമുക്ക്. യെസ്, 6 മണി അല്ലേ. ലാസ്റ്റ് പിക്ചർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ വരച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നോക്കൂ. പ്രവർത്തനം 3 സാധനങ്ങൾ വാങ്ങാം. സുബിയുടെ കയ്യിൽ 85 രൂപയുണ്ട്. അവൻ 46 രൂപയ്ക്ക് ഒരു വാഴപ്പഴവും 17 രൂപയ്ക്ക് എന്തും വാങ്ങി? ബിസ്ക്കറ്റും വാങ്ങിയല്ലേ. വാങ്ങിയ സാധനങ്ങളുടെ വില എത്ര എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സുബി എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്? 85 രൂപയുണ്ട്. അപ്പം 46 രൂപയ്ക്ക് വാഴപ്പഴവും 17 രൂപയ്ക്ക് എന്തും വാങ്ങി? ബിസ്ക്കറ്റും വാങ്ങിയല്ലേ. വാങ്ങിയ ആകെ സാധനങ്ങളുടെ വില എത്രയാണ്? 46 + 17 എത്ര കിട്ടിയിട്ടുള്ളത് കൂട്ടുകാർക്ക്? അതെ, 63 അല്ലേ. ഈ സാധനങ്ങളുടെ വില കൊടുത്ത ശേഷം സുബിയുടെ കയ്യിൽ ബാക്കി എത്ര രൂപയുണ്ടാവും? 85-ൽ നിന്ന് 63 കുറച്ച് നോക്കിയാൽ മതിയല്ലേ. എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 22 കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നോക്കൂ. 2 രൂപയുടെ 10 മിഠായി കൂടി വാങ്ങിയാൽ സുബിയുടെ കയ്യിൽ ബാക്കി എത്ര രൂപയുണ്ടാകും? ബാക്കി എത്ര രൂപ ഉണ്ടാവുക? 2 രൂപയല്ലേ. എത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? 2 രൂപ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലെറ്റ്സ് കംപ്ലീറ്റ് ദ പാറ്റേൺ. അതൊരു പാറ്റേൺ പൂർത്തീകരിക്കാനാണല്ലേ. 2 4 8. നെക്സ്റ്റ് ഏതായിരിക്കും? 16 അല്ലേ. 16 32 ഇരട്ടിയായിട്ട് വരികയാണല്ലേ. 111 113 115. നെക്സ്റ്റ് 117. ദെൻ 121 വരും അല്ലേ. 121. ദെൻ 160 157 54. ഇനി ഏതായിരിക്കും? 51 വരും അല്ലേ. ദെൻ 45. ദെൻ 136 46 56. നെക്സ്റ്റ് 166 176 അല്ലേ. ഓക്കെ, ദെൻ ഫ്രം ദ നമ്പർ ഓഫ് പാറ്റേൺ ഓഫ് യൂറോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ സ്വന്തമായിട്ട് രൂപീകരിക്കാനാണല്ലേ. ഒന്നുമില്ലെങ്കിൽ എന്ത് എഴുതാൻ നിങ്ങൾക്ക്? ഒന്നുമില്ലെങ്കിൽ 5 10 15 20 25 അങ്ങനെ എഴുതാം അല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 2 4 6 8 10 ഇഷ്ടമുള്ളൊരു പാറ്റേൺ എഴുതിയാൽ മതി. ഏത് എഴുതിയാലും നിങ്ങൾ ഏത് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന കലണ്ടർ ഏത് വർഷത്തെയാണ്? 2026-ത്തെയാണല്ലേ. ഓക്കെ, ഇനി നോക്കൂ. ചിത്രത്തിൽ കലണ്ടറിൽ എത്ര വ്യാഴാഴ്ചകളുണ്ട്? ഏതൊക്കെ തീയതികൾ? എത്ര വ്യാഴാഴ്ചകളാണ് ഉള്ളത്? 1 2 3 4 അല്ലേ. 4 വ്യാഴാഴ്ച ഉണ്ട്. ഏതൊക്കെയാണ്? 5 12 19 26. ഇനി ബുധനാഴ്ച
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2026 ഏപ്രിൽ 1 ഏത് ദിവസമാണ്? ഏപ്രിൽ 1 അല്ലേ? മാർച്ചത്തെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഏപ്രിൽ 1 നെക്സ്റ്റ് ഡേ യെസ് ബുധനാഴ്ച വരും അല്ലേ? ബുധനാഴ്ച, ഏപ്രിൽ 1 ബുധനാഴ്ച. ഇനി ഏപ്രിലിനും ജൂണിനും ഇടയിലുള്ള മാസം ഇത് എല്ലാ കൂട്ടുകാർക്കും അറിയാം. ഏത് മാസമാണ്? മെയ് ആണല്ലേ? ഇനി കലണ്ടറിൽ നിന്ന് ഒരു പാറ്റേൺ തയ്യാറാക്കുക. നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ എഴുതാം പാറ്റേൺ. 1, 8, 15 അല്ലെങ്കിൽ 1, 2, 3, 4 ഇങ്ങനെ എഴുതാം. ഏത് എഴുതിയാലും ശരിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ ഒന്ന് തിരഞ്ഞെടുത്ത് എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ അപ്പോൾ ഇത്രയുമായിരുന്നു അല്ലേ കൂട്ടുകാരെ ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസും എളുപ്പമായിരുന്നു അല്ലേ? ഇങ്ങനെ ഉണ്ടായിരുന്ന എക്സാം എല്ലാവർക്കും എളുപ്പമായിരുന്നു അല്ലേ? ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.